എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസകരമായിട്ട് 2026 ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപയാണ് ഇപ്പോൾ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇത്തവണ വിതരണം അല്പം വൈകിയാണ് ആരംഭിച്ചതെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭ്യമാകുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ബാങ്ക് അവധിയും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും മൂലം പലർക്കും തുക ലഭിച്ചിരുന്നില്ല. ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചുവെങ്കിലും ഇന്ന് മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ബാങ്കിംഗ് സമയം ആരംഭിച്ചത് മുതൽ വിതരണം സജീവമായിരിക്കുകയാണ്. ഇന്നലെ അക്കൗണ്ടിൽ പണം ലഭിക്കാത്തവർക്ക് ഇന്ന് 10 മണിക്ക് ശേഷം തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 26 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ ലഭിക്കുന്നത്. ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ എത്തിച്ച് നൽകുന്നതാണ്. വീടുകളിലേക്കുള്ള ഈ വിതരണം നാളെയോ മറ്റന്നാളെയോ പൂർണ്ണതോതിൽ സജീവമാകുവാനാണ് സാധ്യതയുള്ളത്. പെൻഷനിൽ കേന്ദ്ര വീതമുള്ള ഗുണഭോക്താക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് 1800, 1700, 1500 എന്നിങ്ങനെയായിരിക്കും കേന്ദ്ര വീതക്കാരുടെ അക്കൗണ്ടിൽ തുകകൾ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഇത്തരത്തിൽ കുറഞ്ഞ തുക ലഭിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതായിട്ട് കാര്യമില്ല. കേന്ദ്ര വീതമായിട്ടുള്ള ബാക്കി തുക നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ PFMF സംവിധാനം വഴി അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും നടക്കുന്നുണ്ട്. എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പ്രത്യേക അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. പെൻഷൻ തുടർച്ചയായിട്ട് ലഭിക്കുന്നതിനായിട്ട് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. ഇത് സമർപ്പിക്കുവാനുള്ള സമയപരിധി 2026 മാർച്ച് വരെ സർക്കാർ ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം വരെ ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എങ്കിലും പെൻഷൻ തടസ്സപ്പെടില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ മുടങ്ങുവാൻ സാധ്യതയുണ്ട്. നിലവിലെ ജനുവരി മാസത്തെ 2000 രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ്. അക്കൗണ്ടിൽ തുക ലഭിച്ചവർ അക്കാര്യം കൃത്യമായിട്ട് തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.